ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ടയുടെ ഗ്രാസിയ വണ്ടി ജനറൽ സർവീസായിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് കംപ്ലൈൻ്റ് ആയിട്ട് ജോബ് കാർഡിൽ രജിസ്റ്റർ ചെയ്യുന്ന വർക്കുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ജനറൽ സർവീസ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറ്റേണ്ട ദിവസം ഒന്ന് ചെക്ക് ചെയ്യുക, അതിന് ശേഷം ഒന്ന് വിളിക്കാനാണ് പറഞ്ഞതാണ്. പിന്നെ പൊല്യൂഷൻ ടെസ്റ്റ്, ബ്രേക്ക് ചെക്കപ്പ്, അതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞാണ് വർക്കുകൾ കേട്ടോ. അപ്പോൾ നമ്മൾ ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ അത്യാവശ്യം മൂവ്മെൻറ്റുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ ചെക്ക് ചെയ്യാനും, അത് ഗ്രീസിങ് ആവശ്യമുള്ള ഭാഗങ്ങൾ ഗ്രീസ് ചെയ്യാനും, ഇലക്ട്രിക്കലായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ അയച്ചിട്ടുണ്ട്. അതായത് സ്വിച്ച്, ഹോൺ, ഇൻഡിക്കേറ്റർ, അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്, അതിൻ്റെ പെർഫോമൻസും വർക്കിങ്ങും ഒക്കെ. അപ്പോൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. കമ്പനി ലൈനർ കിടക്കണം, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ്. നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം, ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. അതാണ് മെയിനായിട്ട് നമുക്ക് ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട വന്ന വർക്ക്. ടയറിൻ്റെ കണ്ടീഷനായാലും ടയർ പുതിയ ടയറാണ്, TVSൻ്റെ ആണ്. അത്യാവശ്യം കട്ടുള്ള മോഡലാണ് കിടക്കുക. അത്യാവശ്യം പുതിയ ടയറാണ്, ടയറൊന്നും വേറെ കുഴപ്പമില്ല കേട്ടോ. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നോക്കുന്നുണ്ട്, ക്ലച്ചിൻ്റെ ഭാഗം അഴിച്ചിട്ടുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഫിൽറ്റർ വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല ഫിൽറ്ററാണ്, കമ്പനി ഫിൽറ്ററാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കണേ. നമുക്ക് തുടച്ച് ക്ലീൻ ചെയ്തിട്ടൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ ഗ്രീസിങ് ആവശ്യമുണ്ട്, നമുക്കതിൻ്റെ തേയ്മാനങ്ങളൊക്കെ ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ക്ലച്ച് അഴിച്ചിട്ടുണ്ട്. ക്ലച്ച് അഴിക്കുന്ന സമയത്ത് നമുക്ക് ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഈ ഭാഗത്ത് ഓയിൽ ലീക്കായി തുടങ്ങിയിട്ടുണ്ട്. ഓയിൽ സീല് ലീക്കായിട്ട് ഓയിൽ താഴേക്ക് ചാടി ഇങ്ങനെ ഒഴുകി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൈയോടെ നമുക്ക് അതിൻ്റെ ഓയിൽ സീലൊന്ന് മാറ്റിയിടാം. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ, അതിൻ്റെയൊക്കെ തേയ്മാനമൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ പറയത്തക്ക കംപ്ലൈൻ്റ് ഒന്നുമില്ല. ബെൻഡെക്സിൻ്റെ ആയാലും വർക്കിങ്ങും പെർഫോമൻസൊക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. CVT ക്ലച്ചിൻ്റെ ക്ലച്ച് വെയിറ്റ് സെറ്റ് അടങ്ങുന്ന യൂണിറ്റാണത്. അതും നമ്മൾ വർക്ക് ചെയ്തു, അതിൻ്റെ വർക്കിംഗ് ചെക്ക് ചെയ്ത് തുറന്നു. നിലവിൽ വേറെ പ്രശ്നമൊന്നുമില്ല, നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ക്ലച്ച് ഔട്ടറായാലും വേറെ പറയത്തക്ക കംപ്ലൈൻ്റ് ഒന്നുമില്ല. ബെൽറ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് ബെൽറ്റ് വലിയ പഴക്കമില്ല, പുതിയ ബെൽറ്റ് കിടക്കണേ. പക്ഷേ കമ്പനി ബെൽറ്റല്ല, ഡ്യൂപ്ലിക്കേറ്റാണ്. ബാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ഇതിൻ്റെയാണ്, ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ് കിടക്കണേ. പക്ഷേ എന്നാലും വേറെ പറയത്തക്ക കംപ്ലൈൻറ്റോ പൊട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ മാറ്റിയിടുന്ന സമയത്ത്, ഇനിയിപ്പോൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഒറിജിനൽ ബെൽറ്റൊക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം വെച്ചാൽ ഇതൊക്കെ നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കിപ്പോൾ ഓവർ ഹീറ്റിംഗ് ഒക്കെ വന്ന ഭാഗമാണ്. അപ്പോൾ ബെൽറ്റൊക്കെ ഈ പറഞ്ഞ രീതികൾ നമുക്ക് അത്യാവശ്യം ലോങ് ഡ്രൈവൊക്കെ ഉണ്ടെങ്കിൽ ജെന്യുവിൻ പാർട്സ് തന്നെ യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അല്ലെങ്കിൽ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. കമ്പനി ഇതുമായിട്ടും വലിയ വിലയിൽ വ്യത്യാസം 100-100 വ്യത്യാസം കണ്ടുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി നല്ലത് എനിക്ക് തോന്നുന്നു കമ്പനിയായിട്ട് യൂസ് ചെയ്യണമായിരിക്കും കുറേ കൂടി ബെറ്റർ. നമുക്ക് ധൈര്യമായിട്ട് വണ്ടി കൊണ്ടുനടക്കാം. പിന്നെ കിക്കർ വീലൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്തിടാം, വേറെ പറയത്തക്ക കംപ്ലൈൻ്റ് ഒന്നും കിക്കർ വീലിൻ്റെ ഭാഗത്തുമില്ല. എഞ്ചിൻ ഹെഡിൻ്റെ അവിടെയാലും വേറെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് അതിൻ്റെ ചോക്ക് കേബിളൊക്കെ ചെക്ക് ചെയ്ത് വർക്കിംഗ് ഓക്കെയാണ്. ആക്സിലേറ്റർ കേബിളായാലും ടൈറ്റ് കാര്യങ്ങൾ ചെറിയൊരു ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ മേജറായിട്ടുള്ള പ്രോബ്ലം ഒന്നുമില്ല. ബ്രേക്ക്, ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് പാഡൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. പുതിയ പാഡ് കിടക്കണം, വലിയ പഴക്കമായിട്ടില്ല. ഒന്ന് ബ്രാക്കറ്റൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ഫ്രണ്ടിൽ ചെറിയ പാളിച്ച് കാണിക്കുന്നുണ്ട്, അത് നമുക്ക് ടയറുമായി റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലൈൻറ്റാണ്. അതിൻ്റെ ഈ റൈറ്റ് സൈഡ് നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ സൈഡ് ലെഫ്റ്റ് സൈഡിനെ അപേക്ഷിച്ച് റൈറ്റ് സൈഡിന് തേയ്മാനം അല്പം കൂടുതലുണ്ട്. അത് കമ്പാരിറ്റീവ്ലി നമുക്കിപ്പോൾ സ്കൂട്ടർ മോഡൽ ഏതെടുത്താലും കുറേ കഴിയുമ്പോൾ പഴക്കം വന്നതനുസരിച്ച് ഒരു 60-70% വണ്ടി ടയർ ഉപയോഗിക്കുമ്പോഴത്തേക്കും ചില കേസിൽ റൈറ്റ് സൈഡ് തേയ്മാനം കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ സ്കൂട്ടർ മോഡലിൻ്റെ ആകുമ്പോൾ കോമൺ ആയിട്ട് അങ്ങനെ വന്നുണ്ട്. പിന്നെ ഇതിൻ്റെ എന്ന് പറയുമ്പോൾ ടയർ ഫ്രണ്ടും ബാക്കും 2 സൈസാണ്. ഫ്രണ്ട് 12 ഇഞ്ചും ബാക്ക് 10 ഇഞ്ചുമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് റൊട്ടേഷൻ നടക്കില്ല. മറ്റേ പഴയ മോഡൽ ആക്റ്റീവൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ആക്റ്റീവ് മോഡലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടും ബാക്കും 10 ഇഞ്ച് ആയതുകൊണ്ട് തന്നെ തേയ്മാനത്തിനനുസരിച്ച് നമുക്ക് ടയർ റൊട്ടേറ്റ് ചെയ്തിടാറുണ്ട്. പക്ഷേ ഇത് നടക്കില്ല, പരമാവധി ഉപയോഗിക്കുക. അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു പാളിച്ച് കാണിക്കുന്നുണ്ട് വണ്ടി ഓടിക്കുമ്പോൾ. പരമാവധി ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് ഓടിക്കാൻ കംഫർട്ടല്ലാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ മാറ്റിയിടണം കേട്ടോ നല്ലത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ബാറ്ററിയുടെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്തുകൊണ്ട് 2020 മോഡൽ ബാറ്ററി ഇതും ഇരിക്കുന്നത്. ആമറോണിൻ്റെ ബാറ്ററിയാണ്. ഞാൻ അതിൻ്റെ വോൾട്ട് ടെസ്റ്റും ബാറ്ററി ടെസ്റ്റും കൂടി നടത്തുന്നുണ്ട്. വോൾട്ട് നോക്കുമ്പോൾ നമുക്ക് 12.86 റേഞ്ചിൽ വോൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ബാറ്ററി ഞാൻ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ബാറ്ററിയുടെ സ്റ്റാറ്റസ് നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇവിടെ നോക്കുമ്പോൾ ബാറ്ററി ഡാമേജ് ആയിട്ട് കാണിക്കാം. ഇപ്പം നിലവിൽ സെൽഫൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. 4 വർഷം പഴക്കമുണ്ട് ബാറ്ററിക്ക്. അപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ കംപ്ലൈൻ്റ് ആയിട്ട് കാണിച്ചേക്കണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് സെൽഫിൻ്റെ ഒരു കംപ്ലൈൻറ്റ് പ്രതീക്ഷിക്കാം. ആദ്യം സെൽഫ് എടുക്കാൻ ബുദ്ധിമുട്ടായിട്ടായിരിക്കും കാണിക്കുക, ഒറ്റയടിക്ക് പോവില്ല. സെൽഫിൻ്റെ പ്രശ്നം കാണിക്കും, പക്ഷേ ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും, കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും ബാറ്ററി ആണോ എന്നുള്ള കേസ്. പക്ഷേ ഫസ്റ്റിലത്തെ പ്രോബ്ലം കാണിക്കാതെ പറഞ്ഞാൽ സെൽഫ് എടുക്കാനായിട്ടുള്ള കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുകയുള്ളൂ. കാരണം എന്ന് വെച്ചാൽ സെൽഫ് മോട്ടർ വർക്ക് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ആംബിയർ വേണം. ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ വർക്ക് ചെയ്യാനായിട്ട് ജസ്റ്റ് വോൾട്ട് കിട്ടിയാൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു വേരിയേഷൻ തന്നെ.
പിന്നെ സ്പാർക്ക് പ്ലഗ് ആയാലും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം, വേറെ പറയത്ത കംപ്ലയിൻ്റ് ഇല്ല. പിന്നെ നമുക്ക് എഞ്ചിൻ ഓയിലിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് മാറേണ്ട ഒരു പീരീഡ് ആയിട്ടുണ്ട്. തന്നെയല്ല നമുക്ക് അതിൻ്റെ ഈ സീറ്റ് പൊക്കിയിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ സീറ്റിൻ്റെ ഉള്ളിൽ ഡിക്കിയുടെ സ്പേസിനകത്ത് നമ്മൾ കറക്റ്റ് നെക്സ്റ്റ് ഓയിൽ ചേഞ്ചിൻ്റെ സ്റ്റിക്കറടക്കം ഒട്ടിച്ചിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു 3000 എന്നുള്ളത് 3011 കിലോമീറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ 3000 കിലോമീറ്റർ കറക്റ്റ് ഓയിൽ ചേഞ്ചിൻ്റെ ടൈമാണ് കേട്ടോ. അപ്പോൾ അതും കൂടിയും കൂടുതൽ മാറ്റാം. ഞാനത് കാരണം ഓയിൽ അഴിച്ചു വിട്ടില്ല, വിളിക്കാൻ പറഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ വന്നതുകൊണ്ട് ഓയിൽ അഴിച്ചു വിട്ടിട്ടില്ല. അപ്പോൾ ഓയിൽ വണ്ടി എന്തായാലും മാറ്റേണ്ടി വരും. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം. മെയിനായിട്ട് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകളുള്ളൂ. പിന്നെ പൊല്യൂഷൻ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വർക്കുകളുള്ളൂ. അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പറയാം, വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം, ഞാൻ അതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം.